മുഹമ്മദ് മൊയ്സു നമുക്കറിയാം മാലിദ്വീപിൻ്റെ പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് ആകുന്നതിന് മുമ്പേ ഇന്ത്യ ഔട്ട് എന്ന പോസ്റ്റർ അടിച്ചുകൊണ്ടുള്ള മുഹമ്മദ് മൊയ്സു ടീഷർട്ട് ഇട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ വളരെ വൈറലായിരുന്നു. എന്നാൽ പ്രസിഡന്റ് ആയതിനു ശേഷം യഥാർത്ഥത്തിൽ റീൽസിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി ഇറങ്ങി വരികയായിരുന്നു. ഇന്ത്യയെ പിണക്കി കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്ന് കൃത്യമായി മുഹമ്മദ് മൊയ്സുവിന് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉദ്ദേശിച്ച പോലെ ചൈന നമ്മുടെ നൻപനല്ല എന്ന് മുഹമ്മദ് മൊയ്സുവിന് മനസ്സിലായി. ചൈന പണം തരുന്നുണ്ടെങ്കിലും അത് മാലിദ്വീപിൻ്റെ സ്ഥലം പിടുങ്ങാനാണെന്ന് മുഹമ്മദ് മൊയ്സു കൃത്യമായി അറിഞ്ഞു. മൂന്നാമത്തെ കാര്യം, ചൈന എന്ന് പറയുന്ന രാജ്യം ചതിക്കും എന്ന് മുഹമ്മദ് മൊയ്സു അറിഞ്ഞു. നാലാമത്തെ കാര്യം, മാലിദ്വീപിന് ലോക രാജ്യങ്ങൾക്കിടയിൽ യാതൊരുവിധ വിലയുമില്ല എന്ന് മുഹമ്മദ് മൊയ്സുവിന് മനസ്സിലായി. ഇന്ത്യയെ തഴഞ്ഞ് വേറെ പല രാജ്യങ്ങളുമായി കൂട്ടുകൂടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ കൊടുക്കുന്ന ആ ഒരു പരിഗണന വേറൊരു രാജ്യങ്ങളും കൊടുക്കുന്നില്ല എന്ന് മുഹമ്മദ് മൊയ്സു മനസ്സിലാക്കിയത്. നരേന്ദ്രമോദിയെ തെറി പറഞ്ഞ്, നമ്മുടെ ഭരണാധികാരികളെ തെറി പറഞ്ഞ്, ഇന്ത്യയെ തെറി പറഞ്ഞ് മുഹമ്മദ് മൊയ്സു അവിടെ വിലസുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളായി പോകുന്നത് ഇന്ത്യക്കാരാണെന്നുള്ള സത്യം മുഹമ്മദ് മൊയ്സു മറന്നു. നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് അവരെ വിളിച്ചു. ഉടനെ തന്നെ അവരുടെ സാമ്പത്തിക നില തന്നെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലെത്തി. എന്നാൽ ഇത് മനസ്സിലാക്കി മുഹമ്മദ് മൊയ്സു സാഷ്ടാംഗം നരേന്ദ്രമോദിയുടെ കാലിൽ വന്ന് പ്രണമിച്ച് കാലിലൊരു മുത്തവും കൊടുത്ത് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ ചുവപ്പ് പരവതാനി വിരിച്ച് മാലിദ്വീപിലേക്ക് ക്ഷണിച്ചു. നരേന്ദ്രമോദി സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഒരു പരിഭവമില്ലാതെ മാലിദ്വീപിലേക്ക് ചെന്നു. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, കരാറുകളിൽ ഒപ്പിട്ടു. പോരാത്തതിന് എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി മോദി മാലിദ്വീപ് സന്ദർശിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 60ാം വാർഷികത്തിലാണ് അദ്ദേഹം അവിടെ പോകുന്നത്. മാലിദ്വീപ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദി മാലി വിമാനത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് നൽകിയത്. മോദി പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണറും 21 ഗൺ സല്യൂട്ടുമാണ് നരേന്ദ്രമോദിക്ക് നൽകിയത്. എത്രയാണ്? 21 ഗൺ സല്യൂട്ട് നരേന്ദ്രമോദിക്ക് നൽകിയാണ് മാലിദ്വീപ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. പ്രധാനമന്ത്രിയുടെ മോദിയുടെ മൂന്നാമത്തെ മാലിദ്വീപ് സന്ദർശനമാണിത്. പ്രധാനമന്ത്രിയുടെ ഭരണകാലത്ത് ഒരു വിദേശ രാഷ്ട്രത്തലവൻ്റെ ആദ്യ സന്ദർശനമാണിത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും വളരെ പ്രധാനമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ പ്രധാനമന്ത്രി മാലിദ്വീപിന് സന്ദർശന വേളയിൽ ഒരു പുതിയ ധാരണാപത്രം പ്രകാരം ഇന്ത്യ മാലിദ്വീപിന് 4850 കോടി രൂപയുടെ വായ്പാ സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റ് മാലിദ്വീപിൽ 4850 കോടി രൂപയുടെ പുതിയ വായ്പാ പദ്ധതി അനുവദിച്ചു. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന സംരംഭമാണിത്. ഈ സാമ്പത്തിക സഹായത്തിന് കീഴിൽ വികസന പദ്ധതികൾക്ക് ആവശ്യമായ സാമ്പത്തിക വിഭവങ്ങൾ മാലിദ്വീപിന് നൽകും. ഇത് മാലിദ്വീപിന്റെ സാമ്പത്തിക സ്ഥിരതയും വളർച്ചാ നിരക്കും മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകളും നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ധാരണാപത്രം? ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി സാമ്പത്തിക സഹകരണവും പരസ്പര പ്രയോജനകരമായിട്ടുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. IMFTA വഴി നിരവധി മാലിദ്വീപ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കും. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാലിദ്വീപിൽ കൂടുതൽ മത്സരക്ഷമതയുള്ളതായി തീരുമെന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ് സംയുക്തമായ ഒരു സ്മാരക തപാൽ സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യ മാലിദ്വീപ് നയതന്ത്ര ബന്ധത്തിൻ്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ത്യ ഗവൺമെൻറ് സംയുക്തമായി ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും ശക്തമായിട്ടുള്ള ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്ന ഈ തപാൽ സ്റ്റാമ്പ് ഭാവിയിലും സഹകരണത്തിൻ്റെ പങ്ക് കാട്ടും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ത്യയുടെ ബയേഴ്സ് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രകാരം നിർമ്മിച്ച 3300 സോഷ്യൽ ഹൗസിംഗ് യൂണിറ്റുകൾ വിജയകരമായി പ്രധാനമന്ത്രി കൈമാറി. ഈ റെസിഡൻഷ്യൽ യൂണിറ്റുകൾ മാലിദ്വീപിലെ ജനങ്ങൾക്ക് താങ്ങാവുന്നതും സുരക്ഷിതവുമായ ഭവനങ്ങൾ പ്രദാനം ചെയ്യുന്നതും പ്രദേശത്തിൻ്റെ സമൂഹത്തിൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം നൽകിയത്. മാലിദ്വീപിലെ അദു സിറ്റിയിൽ ഒരു റോഡ് ഡ്രെയിനേജ് പദ്ധതിയുടെ മഹത്തായ ഉദ്ഘാടനവും നടന്നു. ഈ പദ്ധതി അദു സിറ്റിയിലെ താമസക്കാർക്ക് മികച്ച റോഡ് കണക്ടിവിറ്റിയും ഡ്രെയിനേജ് സംവിധാനവും നൽകും. ഇന്ത്യ 6 ഉയർന്ന സ്വാധീനമുള്ള കമ്മ്യൂണിറ്റി വികസന പദ്ധതികൾ മാലിദ്വീപിൽ ആരംഭിച്ചു. ഇതിനു പുറമെ ഇന്ത്യ മൊത്തം 72 സൈനിക വാഹനങ്ങളും മറ്റ് ഉപകരണങ്ങളും മാലിദ്വീപിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആ ഒരു കനിവ് കൊണ്ടാണ് മാലിദ്വീപ് ജീവിക്കുന്നത് എന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.